Watch full episodes on Jio Hotstar. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു ശിവ, പക്ഷെ ഇവൻ ഉറക്കത്തിൽ എണിക്കുന്നേ ഇല്ല. ഇവൻ ഉറക്കത്തില് കുംഭകർണനാണ്, പക്ഷെ ഇവനൊന്ന് ഇത്ര നേരമായിട്ട് എണിക്കാത്തത്. ഈ ആദ്യം ഒരു തവണയും കൂടി ഇവനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കട്ടെ, എണിക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല. എടാ യൂടി എണീക്ക്, എണീക്കാനാ പറഞ്ഞ. എടാ കുംഭകർണ എണീക്കാൻ. എന്റെ ദൈവമേ, ഇവൻ എണീക്കുന്നില്ലല്ലോ. എന്റെ സ്വർണ്ണ കുതിരെ കുച്ചി കുച്ചി കുച്ചി, എന്റെ കുതിരെ നീ മുന്നോട്ട് പോകട്ടെ. എന്റെ അമ്മോ, ഇവൻ എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ മുതുക് വേദന എടുക്കുന്നേ. ദേവാ, ആദ്യം പറഞ്ഞ ശരിയാ, ഈ കുതിര ശരിയല്ല. കുതിര മുന്നോട്ടല്ല ടിപ്പ് ടിപ്പ് എന്ന് പറഞ്ഞ പോകുന്നത്. ഇവൻ താഴെ വീണിട്ട് പോലെ എണിച്ചില്ലല്ലോ. ഇവൻ ഏതോ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. ഇവനെ എണിപ്പിക്കാനായിട്ട് സോളിഡ് ആയിട്ട് എന്തെങ്കിലും ആലോചിച്ചേ പറ്റൂ. മ്യൂസിക് ഓൺ. മ്യൂസിക് വെച്ചിട്ടും കാര്യമില്ലല്ലോ. എണീറ്റോ? ദേ പിന്നെയും കിടന്നു. അല്ല, ഈ ചെവിയിൽ എന്താ ഉള്ളത്? ശിവ, ഈ ഡിവൈസ് കാരണമായിരിക്കും ഇവൻ കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്നത്. പറഞ്ഞത് ശരിയാണ് ശിവ. ഡിവൈസിൽ ചെക്ക് ചെയ്തപ്പോ യൂഡി ഡ്രീം വേൾഡിലാണ് ഉള്ളത്. അപ്പൊ പിന്നെ നമുക്ക് ഈ ഡിവൈസ് അങ്ങ് എടുത്ത് മാറ്റിയാ മതിയല്ല. അതെ, നിർത്ത്. നമ്മൾ ആദ്യം ശരിക്കും മനസ്സിലാക്കണം ഈ ഡിവൈസും യൂഡിയും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത്. അതുവരെയ്ക്ക് ഇത് മാറ്റണ്ട. ശിവ, അപ്പൊ പിന്നെ നമ്മളെ യൂഡിയെ എങ്ങനെയാണ് ഇതിൽ നിന്ന് കൊണ്ടുവരിക? അവന്റെ സ്വപ്നത്തിൽ എന്താ നടക്കുന്നത് എന്ന് ശരിക്കും മനസ്സിലാകാതെ നമുക്ക് രക്ഷിക്കാനാവില്ല. അവനെ പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അവന്റെ സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റുമല്ലോ. റെഡിയല്ലേ കൂട്ടുകാരെ? യെസ് ശിവ. അല്ല ഇത് വേദ സിറ്റിയാണ്. പക്ഷെ യൂഡി എവിടെയാ? നീ അവിടെ നോക്ക്. യൂഡി അല്ല, ഇവിടെ കാണുന്നില്ലല്ലോ. യൂഡി, ഇനി നമ്മൾ എന്താ ചെയ്യാ ശിവ? എനിക്കറിയാം യൂഡി ഇപ്പൊ എവിടെയാണെന്ന്. ദേ കണ്ടോ യൂഡി? മുന്നോട്ട് പോകൂ കുതിരെ നീ. ശിവ, രേവ, ആദ്യം നിങ്ങളൊക്കെ എപ്പോഴാ വന്നേ? താങ്ക് ഗോഡ്, ഫനിനെ നിന്നെ ഞങ്ങക്ക് കിട്ടി. ഇതൊക്കെ സ്വപ്നമാണ്. ശരിക്കും ഇവിടെ അപകടം തന്നെയാണല്ലേ? വളരെ നന്നായി ശിവ, നീ അവസാനം യൂഡിയെ കണ്ടുപിടിച്ചു അല്ലേ? പക്ഷേ നിങ്ങളെല്ലാവരെയും ആരാണ് ഈ സ്വപ്നത്തിൽ നിന്ന് പുറത്തു കടത്തുക? അല്ല, ഇതൊക്കെ സ്വപ്നമാണോ? ആരാ നീ? എന്നെ ഐഫൈ ദിൽസ് എന്നാണ് പറയുക. മെറിറ്റിക് നോളജിന്റെ മുന്നിൽ എല്ലാം നിഷ്പ്രയാസം. പക്ഷേ ഹൈഫൈ, നീ എന്തിനാ ഞങ്ങളെ സ്വപ്നത്തിലെ തടയുന്നത്? നിങ്ങൾ ഈ ഡ്രീം ട്രാപ്പിൽ നന്നായി എൻജോയ് ചെയ്തോളൂ. ഞാൻ ചെന്ന് എക്സ്ട്രീം സിറ്റിയുടെ എക്സ്ട്രീം എനർജി കൈക്കലാക്കാൻ നോക്കട്ടെ. ഇനി നമ്മൾ എന്താ ചെയ്യും? വിഷമിക്കേണ്ട കൂട്ടുകാരെ, നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ലല്ലോ. എന്ത് ചെയ്താലും പെട്ടെന്ന് തന്നെ ചെയ്യണം ശിവ, ഇല്ലെങ്കിൽ എക്സ്ട്രീം സിറ്റി ഐഫൈ സിറ്റി ആയി മാറും. ഇതാ നോക്കൂ.
ഈ എക്സ്ട്രീം സിറ്റിയുടെ എക്സ്ട്രീം എനർജി മുഴുവനും ഞാൻ എടുത്ത് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനായി മാറും. ഓടിക്കോ, 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 ഓടിക്കോ. ഈ ഡ്രീം ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണുക ജിപി. ശിവ, എക്സ്ട്രീം സിറ്റിയുടെ എല്ലാ എനർജിയും അവൻ വലിച്ചെടുക്കുകയാണല്ലോ. എനർജി, യെസ്, വരൂ പോകാം നമുക്ക്. വേദ സിറ്റി ടവർ, ഇവിടുന്നായിരിക്കും നമ്മൾ ഡ്രീമിൽ നിന്ന് പുറത്തു കിടക്കുന്നത്. ശിവ, ഇവിടെയാണ് വേദ സിറ്റിയുടെ എല്ലാ എനർജിയും സ്റ്റോർ ആവുന്നത്. എക്സാക്ട്ലി. നമ്മൾ ഈ എനർജിയൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ ഈ ഡ്രീമിൽ നിന്ന് രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരും. അതെങ്ങനെയാണ് നിനക്ക് ഓർമ്മയുണ്ടോ? ആ ഡിവൈസ് നീ ചെവിയിൽ നിന്ന് എടുത്തപ്പോൾ എനർജി മുഴുവൻ ബോഡിയിലൂടെ ഓടുന്നത് നീ കണ്ടതല്ലേ? ബോഡി മേലോട്ട് ഉയരുകയും ചെയ്തു. അതിന് ഈ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രീം ട്രാപ്പിൽ നിന്ന് പുറത്തു വരാനാകൂ. ലെറ്റ്സ് ഗോ. ഞാൻ നീ കൺട്രോൾ എന്താന്ന് നോക്കാം. ചിപ്പി, നീ ആ ചേറിന്റെ അടുത്തേക്ക് ചെല്ല്. റെഡിയല്ലേ ചിപ്പി? ചിപ്പി അങ്ങോട്ട് പോയി. നീ ആ റോബോട്ടിനെ ഇല്ലാതാക്കിയല്ലോ രേവ. ശിവ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തത്. അല്ല, അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? എന്റെ കാൽക്കുലേഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എക്സ്ട്രീം സിറ്റിയിലാണ് ഉള്ളത്. നിന്റെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു. ചിപ്പി സ്വപ്നത്തിൽ നിന്നും പുറത്തു കടന്നു. പക്ഷേ ഇവിടെ എക്സ്ട്രീം സിറ്റിയിൽ ഒന്നും തന്നെ പെർഫെക്റ്റ് അല്ല. അത് ചിപ്പി, ചിപ്പി. ശിവ, ചിപ്പിക്കൊന്നും സംഭവിക്കില്ലല്ലോ. നമ്മളെല്ലാവരും സ്വപ്നത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നത് വെറുതെയാണെന്ന് തോന്നുന്നു ജീവ. ആദി, സാധിക്കാത്തതായിട്ട് യാതൊന്നും തന്നെയില്ല. ഞാനത് സാധിച്ചു കാണിക്കും. കൂട്ടുകാരെ, റെഡിയല്ലേ? ചിപ്പി, നിനക്ക് വല്ലതും പറ്റിയോ? ചിപ്പി, വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. എന്തായാലും ഇവിടെ വന്നത് കൊണ്ട് നീ കുറെ വിഷമിക്കും കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എത്രയും വെച്ച എന്റെ എനർജിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുക. ഇനി എന്നെ ആർക്കും തടയാനാകില്ല. അകത്തേക്ക് വരൂ കുട്ടി. ഞാൻ നിന്റെ കൂട്ടുകാരെ എങ്ങനെ വീഴ്ത്തിയോ അതേപോലെ നിന്നെയും ഞാൻ വീഴ്ത്തും. എന്റെ കൂട്ടുകാരെ വേദനിപ്പിച്ചല്ലേ? പറഞ്ഞില്ലേ എന്നെ കുട്ടിയെന്ന് വിളിക്കരുതെന്ന്? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എക്സ്ട്രീം സിറ്റിയുടെ എല്ലാ എനർജി ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. വളരെ തെറ്റായ തീരുമാനമാണ് നീ എടുത്തിരിക്കുന്നത്.
വായിനെ ഞാൻ അടിയറ പറയിപ്പിക്കും. ഒരു സ്ഥലത്ത് നിനക്ക് അടങ്ങി നിന്നൂടെ? നീ തല കുനിക്കുന്നത് വരെ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ബൈ ബൈ. ഇനി നിനക്ക് രക്ഷയില്ല ശിവ. ശിവ ഉള്ളിടത്തോളം കാലം നിനക്ക് ഈ എക്സ്ട്രീം സിറ്റിയിൽ നിന്ന് എനർജി വലിച്ചെടുക്കാനാവില്ല, മനസ്സിലായോ? കണ്ടോ കൂട്ടുകാരെ, എക്സ്ട്രീം സിറ്റിയിൽ പോയ എനർജി മുഴുവനും ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. താങ്ക് യു ശിവ, നീ എക്സ്ട്രീം സിറ്റിയെ രക്ഷിച്ചിരിക്കുന്നു. വരൂ, എന്നാ പിന്നെ നമുക്ക് കളിക്കാൻ പോകാം. ആ, പക്ഷെ ഒരു ചെറിയ പണി തീർക്കാനുണ്ട്. വരൂ എന്റെ കുതിരെ. ശിവ ഉള്ളിടത്തോളം കാലം ഈ എക്സ്ട്രീം സിറ്റിക്ക് ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല കൂട്ടുകാരെ. Watch India's largest kids library only on Jio Hotstar. Download the app now.